വളരെ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും ഭഗവാൻ അതിനെ ഓർത്തു വെക്കുകയും അതിൻ്റെതായ സമയത്ത് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും. അത് ഭഗവാന്റെ വളരെ വലിയൊരു സവിശേഷതയാണ്. ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യമാണ്. ഇപ്പോൾ ശബരിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ശബരി ദണ്ഡകാരണ്യ വനത്തില് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ശബരിയുടെ വിവാഹ സമയത്ത് ഒരുപാട് മൃഗങ്ങളെ ബലി കഴിക്കുവാനായിട്ട് അച്ഛൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇത്രയും മൃഗങ്ങളുടെ മരണത്തിന് കാരണം ഞാനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ശബരി അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ ദണ്ഡകാരണ്യ വനത്തിലെത്തി പലരുടെയും ആശ്രമത്തിൽ അഭയത്തിനായിട്ട് ചെന്നെങ്കിലും ആരും തന്നെ സ്വീകരിച്ചില്ല. കാരണം ശബരി വളരെയധികം താഴ്ന്ന കുലത്തിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ മാതംഗ മഹർഷിയാണ് ശബരിയെ കൂടെ കൂട്ടിയത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ശബരിക്ക് താമസിക്കാനായിട്ട് ഇടം കൊടുക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾ, കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് മാതംഗ മഹർഷിക്ക് സമാധി ആകേണ്ട സമയമായപ്പോൾ അദ്ദേഹം ശബരിയെ അടുത്ത് വിളിച്ചിട്ട് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശബരി പറയും, അങ്ങ് കൂടെ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് അപേക്ഷിക്കും. അപ്പോൾ മാതംഗ മഹർഷി പറയും, രാമചന്ദ്രൻ ഭഗവാൻ ഈ വനത്തിൽ ഒരു ദിവസം വരും, അതുവരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഭഗവാൻ വന്നതിന് ശേഷം നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് മാതംഗ മഹർഷി സമാധിയാവും. ഇപ്പോൾ തൻ്റെ ഗുരുനാഥൻ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യമാണ് അല്ലേ, ഭഗവാൻ വരും, ഭഗവാനെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ച് ശബരി രാമചന്ദ്ര ഭഗവാന്റെ വരവിനായിട്ട് തൻ്റെ കുടിലിൽ എന്നും കാത്തിരുന്നു. പക്ഷേ ശബരി വെറുതെ കാത്തിരിക്കുക മാത്രമല്ല ചെയ്തത്, നിത്യവും വനത്തിൽ പോയിട്ട് അവിടെ ലഭിക്കാവുന്ന പൂക്കളും കായ്കളും എല്ലാം ശേഖരിച്ച് ഭഗവാനെ വരവേൽക്കാൻ തൻ്റെ ഗൃഹം, ആ ചെറിയൊരു കുടിലാണെങ്കിലും അത് മനോഹരമായി അണിയിച്ചൊരുക്കി അവിടെ ഭഗവാൻ വന്നെത്തുന്ന നാളും കാത്ത് ശബരി കാത്തിരിക്കുകയായിരുന്നു. 1-2 വർഷം അല്ലെങ്കിൽ 1-2 ദിവസമല്ല ശബരി കാത്തിരുന്നത്. ഒരുപാട് കാലം തൻ്റെ ഗുരുനാഥന്റെ വാക്ക് വിശ്വസിച്ച് ശബരി അവിടെ കാത്തിരുന്നു. അപ്പോൾ എന്ന് ഭഗവാൻ വരും എന്ന് മാത്രം ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ശബരി ജലം ശേഖരിക്കാനായിട്ട് അടുത്തുള്ളൊരു തടാകത്തിൽ പോവാണ്. അപ്പോൾ ആ തടാകത്തിൽ പോയ സമയത്ത് ശബരി താണ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അവിടെ ധ്യാനത്തിലിരുന്ന ഋഷിമാര് അത് മനസ്സിലാക്കുകയും ആ ജലം ശബരി അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് ശബരിയെ വഴക്ക് പറയുകയും ചെയ്യും. അപ്പോൾ അവര് പെട്ടെന്നുണ്ടായ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു കല്ലെടുത്ത് ശബരിയെ ഇങ്ങനെ എറിയും. അപ്പോൾ അത് ശബരിയുടെ കാലിൽ കൊള്ളുകയും അവിടെ നിന്ന് രക്തം വരികയും ചെയ്യും, മുറിവുണ്ടായിട്ട്. അങ്ങനെ ശബരി ഇതൊന്നും കണക്കാക്കാതെ ഭഗവാന്റെ സേവനമാണല്ലോ പ്രധാനമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ശബരി നടന്നു പോകുമ്പോൾ ശബരിയുടെ കാലിൽ നിന്ന് ഒരു തുള്ളി രക്തം ആ തടാകത്തിൽ വീഴും. ഉടനെ തന്നെ ആ തടാകത്തിലെ വെള്ളം മുഴുവനും രക്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഋഷിമാർക്ക് വളരെയധികം ദേഷ്യം കൂടും. കാരണം അവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ തടാകമാണ്. പൂജയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം അവർ ആശ്രയിച്ചിരുന്നത് ആ തടാകത്തിലെ ജലത്തിനെയാണ്. അപ്പോൾ താണജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ അശുദ്ധമാക്കിയത് മാത്രമല്ല, അത് ഉപയോഗിക്കാൻ കൊള്ളാതെ കൂടി ആക്കി മാറ്റി ആ ജലത്തെ. അപ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും അവര് ഒരുപാട് ചീത്ത വാക്കുകളൊക്കെ ശബരിയെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ശബരി ഇതൊന്നും കണക്കാക്കാതെ ശബരിയുടെ കുടിലിലേക്ക് പോയി. അപ്പോൾ ഈ സന്യാസിമാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് അവര് ഒരുപാട് തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു ഈ ജലം ശുദ്ധീകരിച്ച് പഴയപടിയാക്കാൻ. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം അവര് ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും പുണ്യജലം കൊണ്ടുവന്നിട്ട് ഈ തടാകത്തിലെ വെള്ളത്തിൽ ചേർത്തു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ വനത്തില് അടുത്തായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സമീപിച്ചാൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും എന്ന് വിചാരിച്ച് അവര് രാമചന്ദ്ര ഭഗവാനോട് ചെന്ന് ഈ സങ്കടം ഉണർത്തിക്കുകയാണ്. അങ്ങനെ രാമചന്ദ്ര ഭഗവാൻ അവിടെ എത്തി. അപ്പോൾ രാമചന്ദ്ര ഭഗവാൻ തൻ്റെ കൈകളിൽ ജലം കോരിയെടുത്തിട്ട് തടാകത്തിലേക്ക് തിരിച്ചൊഴിച്ചു.
പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഭഗവാൻ തടാകത്തിൽ ഇറങ്ങി മുങ്ങി നിവർന്നു, ഒന്നും സംഭവിച്ചില്ല അല്ലേ. ഭഗവാൻ തൊട്ടാൽ എന്തും ശുദ്ധമാകും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടും തടാകത്തിലെ ജലത്തിനെ പഴയപടി ആക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ വായിൽ കുറച്ച് വെള്ളം കോരിക്കൊണ്ടിട്ട് അത് തിരിച്ച്, അതായത് ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് അല്ലേ, ഭഗവാന്റെ പ്രസാദമാണ്, അതും ആ തടാകത്തിൽ നിക്ഷേപിച്ചു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇവിടെ എന്തോ നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഭഗവാൻ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയൂ എന്ന് പറയും. അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം ഭഗവാനോട് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഋഷിമാരുടെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ശബരിയെ എറിഞ്ഞ കല്ല് കൊണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊടിഞ്ഞ രക്തമാണ് ഈ തടാകത്തിൽ വീണത്. പക്ഷേ ഇത് പഴയപടിയാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ശബരിയെ വിളിച്ചിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ ശബരി എവിടെയാണ്? ശബരി എൻ്റെ ശുദ്ധ ഭക്തയാണ്. ശബരിക്ക് മാത്രമേ ഇത് പഴയപടിയാക്കാൻ സാധിക്കൂ. ശബരി എവിടെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഋഷിമാര് പറയും, ഇവിടെ അടുത്ത ഒരു ആശ്രമത്തിലുണ്ട്, മാതക മഹർഷിയുടെ ആശ്രമത്തിലാണ് ശബരി താമസിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ശബരിയെ വിളിച്ചിട്ട് വരാനായിട്ട് ഭഗവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശബരിയെ വിളിക്കാനായിട്ട് ആള് പോവാണ്. അപ്പോൾ ഭഗവാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അല്ലേ, ശബരി കാലങ്ങളായിട്ട് ഭഗവാന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ശബരി വേറെ ഒന്നും ചിന്തിച്ചില്ല. താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് ശബരി ഓടി വരികയാണ് ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോൾ ശബരി ഇങ്ങനെ അത്യധികം ഉത്സാഹത്തോടെ ഇങ്ങനെ ഓടി വരുമ്പോൾ ശബരിയുടെ പാദത്തിൽ നിന്ന് കുറച്ച് മണ്ണ് ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് തടാകത്തിൽ വീഴാണ്. അപ്പോൾ പെട്ടെന്ന് അത്ഭുതം എന്നോണം ആ തടാകത്തിലെ ജലമെല്ലാം പഴയപടി ആയി മാറും. അപ്പോൾ ഭഗവാൻ പറയും, ഇതാണ് ശുദ്ധഭക്തന്മാരുടെ പ്രത്യേകത അല്ലേ. ഭഗവാൻ പറയാണ് ഋഷിമാരോട്, ശുദ്ധഭക്തന്മാരുടെ പാദധൂളികൾ പോലും പരിശുദ്ധമാണ്. അവരുടെ വംശം, കുലം, ജാതി, ഗണം ഇതൊന്നും ശുദ്ധഭക്തിക്ക് തടസ്സമല്ല എന്ന് ഋഷിമാരോട് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഋഷിമാർക്ക് ശബരിയുടെ ശുദ്ധത ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഭഗവാനോട് ശബരി അപേക്ഷിക്കുകയാണ്, എൻ്റെ കുടിലിൽ ഒന്ന് വന്നിട്ട് പോകൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങേക്ക് വേണ്ടിയിട്ട് എന്ന് പറയും. അങ്ങനെ നിത്യവും ഭഗവാന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന ആ കുടിലിലേക്ക് ശബരി ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ ഭഗവാൻ കുടിലിലെത്തി അവിടുത്തെ അലങ്കാരങ്ങളെല്ലാം കാണുമ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷമാകും അല്ലേ. കാരണം ഭഗവാൻ എന്ന് വരുമെന്ന് ഉറപ്പില്ലാതെ ശബരി ഭഗവാന് വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. വെറുതെ ഭഗവാൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയല്ല ചെയ്തത്. നിത്യവും വനത്തിൽ പോയിട്ട് തന്നെ കൊണ്ടാവുന്ന പഴങ്ങളും പൂക്കളും എല്ലാം ശേഖരിച്ച് അത് വളരെ മനോഹരമായി അലങ്കരിച്ച് വെച്ച് ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വനത്തിൽ ലഭിക്കുന്ന പഴങ്ങൾ ഭഗവാന് നൽകുകയാണ് ശബരി. അപ്പോൾ ശബരി നൽകുമ്പോൾ എന്താണ് ഭഗവാൻ കാണുന്നത്? എന്താണ്? ശബരി ചെയ്യുന്ന സേവനത്തിൻ്റെ സ്ഥിരതയാണ് ഭഗവാൻ നോക്കുന്നത് അല്ലേ. അനേക വർഷങ്ങളായിട്ട് ഈ ഒരേ കാര്യമാണ് ശബരി നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനത്തിൽ പോയിട്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ പൂക്കളും കായ്കളും ശേഖരിക്കുക, അത് മനോഹരമായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുക, ഇത് നിത്യവും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആചാര്യന്മാർ പറയുന്നു, നാം ചെറിയൊരു സേവനമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അല്ലേ, അത് സ്ഥിരതയോടുകൂടി ചെയ്യാം. 2 മാലയാണ് ജപിക്കുന്നതെങ്കിലും അത് നിത്യവും ജപിക്കുക, ആ സ്ഥിരത കൈവിടാതിരിക്കുക. ഭഗവാന് തുളസിയിലയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് നിത്യവും തുടരുക, ആ സ്ഥിരതയാണ് ഭഗവാൻ കാണുന്നത്. അതിലൂടെ നമ്മുടെ അഹൈതുകമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ കാണുന്നത്. ഇപ്പോൾ കൺസിസ്റ്റൻസി നിലനിർത്തുക അല്ലേ, സ്ഥിരത നിലനിർത്തുക, അതാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. ഇവിടെ ശബരിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ശബരിയുടെ സ്ഥിരതയിലാണ് ഭഗവാന് പ്രീതി തോന്നിയത്. അപ്പോൾ ഭഗവാനെ ശബരി സ്വീകരിച്ചിരുത്താണ്. എന്നിട്ട് ഒരു താലത്തിൽ ഇലകളൊക്കെ വെച്ച് മനോഹരമായി അലങ്കരിച്ച ഒരു താലത്തിൽ കുറേ പഴങ്ങൾ ഭഗവാന് നൽകുകയാണ്.
അപ്പോൾ ലക്ഷ്മണൻ അതെല്ലാം ഇങ്ങനെ മേടിച്ചിട്ടൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം പാതി കടിച്ച പഴങ്ങളാണ് അല്ലേ ശബരി കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ അതെടുത്ത് കഴിക്കാൻ പോകുന്ന സമയത്ത് ലക്ഷ്മണൻ തടയും. ഇത് എച്ചിലാണ്, ഇത് ആരോ പാതി കടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ തടുക്കുകയാണ് ഭഗവാനെ. പക്ഷെ ഭഗവാൻ അതൊന്നും കണക്കാക്കാതെ ആ പഴങ്ങൾ എടുത്തിട്ട് ഭക്ഷിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഇത്രയും രുചിയുള്ള പഴങ്ങളൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇത് വളരെയധികം മധുരമുള്ള പഴങ്ങളാണ്, എന്തുകൊണ്ടാണ് ഇത്രയും മാധുര്യമുള്ളത് എന്ന് ലക്ഷ്മണനോട് ചോദിക്കുകയാണ്. ഇത് ഓരോന്നും ശബരി പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് അല്ലേ, അതും കടിച്ചു നോക്കിയിട്ട്, താൻ കഴിച്ചു നോക്കിയിട്ട് അതിന് മാധുര്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശബരി അത് ഭഗവാന് വേണ്ടി നീക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും മാധുര്യം എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ലക്ഷ്മണൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മനഃ അല്ലേ. ഭഗവാൻ പറയാണ്, പത്രം പുഷ്പം ഫലം തോയം, കുറച്ച് ജലം അല്ലേ, പത്രം ഇല, പുഷ്പം പൂക്കള്, തോയം ജലം, പഴം ഫലം എന്ന് വെച്ചാൽ പഴം. അപ്പോൾ ഇത്രയും മതി, വേറെ ഒന്നും ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അത് സ്നേഹത്തോടെ ഭക്തിയോടെ നൽകിയാൽ ഭഗവാൻ അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, പഴം ഭക്തിയോടുകൂടി ഒരു ചെറിയ പഴമായാലും ഇലയായാലും ജലമായാലും പൂവായാലും ഞാനത് സ്വീകരിക്കും. അപ്പോൾ ആ ഭക്തിയാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് ഭഗവാൻ ലക്ഷ്മണനോട് പറയാണ്. അപ്പോൾ ശബരിയുടെ സ്വീകരണമെല്ലാം കഴിഞ്ഞ ശേഷം അല്ലെ, ആദരിക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഭഗവാൻ ശബരിയോട് ചോദിക്കും, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ശബരി പറയും, എനിക്ക് ഒന്നും തന്നെ വേണ്ട ഭഗവാനെ, ഹൃദയത്തിൽ അവിടുത്തെ ഭക്തി മാത്രം മതി എന്ന് പറയും. ധ്രുവ മഹാരാജാവ് അതല്ലേ ഭഗവാനോട് പറഞ്ഞത് അല്ലേ, ധ്രുവ മഹാരാജാവ് ഒരു സാമ്രാജ്യം തന്നെ ആഗ്രഹിച്ച്, തൻ്റെ മുത്തച്ഛനേക്കാളും വലിയൊരു സാമ്രാജ്യം തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഭഗവാനെ തപസ് ചെയ്യാൻ പ്രീതിപ്പെടുത്താനായിട്ട് വന്നത് അല്ലേ. ഇപ്പൊ ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശംഖുകൊണ്ട് ഭഗവാനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ധ്രുവൻ. 7 വയസ്സുള്ളൊരു ബാലനാണ് അല്ലേ, എന്ത് അറിവുണ്ട് ആ 7 വയസ്സുള്ള ബാലന്. അപ്പൊ തൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ആ ധ്രുവന്റെ നെറുകയില് ഭഗവാൻ തൻ്റെ ശംഖു കൊണ്ടൊന്ന് സ്പർശിക്കുന്ന സമയത്താണ് ധ്രുവൻ ഭഗവാനെ പ്രകീർത്തിക്കുന്നത്. അതിന്റെ അവസാനം ഭഗവാൻ ചോദിക്കും, എന്ത് വരമാണ് ധ്രുവ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ധ്രുവൻ എന്താ പറയുന്നത്? സ്വാമിൻ കൃതാർത്ഥോ അസ്മി വരം ന യാചേത് എന്നാ പറയുന്നത് അല്ലേ. സ്വാമി, എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല, എനിക്ക് അങ്ങ് നൽകിയതും ഇനി നൽകാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ്, എനിക്ക് അങ്ങയോട് ഒന്നും തന്നെ ചോദിക്കാനില്ല, അങ്ങയുടെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തിയാൽ മാത്രം മതി എന്നാണ് ധ്രുവൻ ഭഗവാനോട് പറഞ്ഞത് അല്ലേ. ശുദ്ധഭക്തന്മാരുടെ നില ഇതാണ്, അവരൊന്നും തന്നെ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ നിറഞ്ഞു നിൽക്കണമെന്നും ഭഗവാന്റെ ഭക്തി എന്നും ചെയ്യാൻ സാധിക്കണമെന്നും മാത്രമാണ് ശുദ്ധഭക്തന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മുടെ സേവനമാണ് കാണുന്നത്. ഇപ്പോൾ രാധാറാണി ആയാലും പശുക്കുട്ടി ആയാലും ഭഗവാൻ ഒരേപോലെയാണ് ആ സേവനത്തെ കാണുന്നത് അല്ലേ. കാരണം ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കൂ, ഭഗവാനെ സേവനം കൊണ്ട് മാത്രമേ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കൂ, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ആ ഭക്തിയിലും ആ സേവനത്തിലുമാണ് എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്.